നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം നെറ്റ് പരീക്ഷയും കഴിഞ്ഞ ദിവസം റദ്ദാക്കി. നെറ്റ് പോലെയാകുമോ നീറ്റ് എന്നുള്ളതാണ് ഇനി അറിയാനിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്താണ്? ചോർച്ച സർക്കാരാണോ ഈ സർക്കാർ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകളാണ് നെറ്റ് പരീക്ഷ എഴുതിയത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. PG വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നെറ്റ് പാസ്സായെങ്കിൽ മാത്രമേ മറ്റു പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കൂ. കോളേജ് അധ്യാപകരാകാൻ കഴിയൂ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ കഴിയൂ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരാകാൻ കഴിയൂ. അത്തരമൊരു വളരെ ഗൗരവമായ ടെസ്റ്റാണ് നെറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേർ പ്രിപ്പയർ ചെയ്താണ് എഴുതിയെടുക്കുന്നത്. ആ നെറ്റ് പരീക്ഷയാണ് അത് നടത്തി 24 മണിക്കൂറിനകം റദ്ദാക്കേണ്ടി വന്നത്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടെലഗ്രാമിലൂടെ പ്രവഹിച്ചത്രേ. പരീക്ഷയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാതായെന്ന് CBI ആണത്രേ റിപ്പോർട്ട് നൽകിയത്. അത്ര വേഗത്തിൽ CBI റിപ്പോർട്ട് നൽകിയെന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്, അഭിനന്ദനാർഹമാണ്. ഏതായാലും അങ്ങനെ നൽകിയതിലൂടെ അത് റദ്ദാക്കി. ഇത് പറയുമ്പോഴും നീറ്റ് കുഴഞ്ഞു എന്നുള്ളിടത്ത് ഇതുവരെ സർക്കാർ എത്തിയിട്ടില്ല. അവിടെ അതിൻ്റെ രേഖകൾ പരിശോധിച്ചു, റിപ്പോർട്ട് പരിശോധിച്ചു, ഒന്നുമില്ല, കണ്ടെത്തിയില്ല എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി അതിലൊരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിലാണ്. ഏതായാലും നീറ്റ് പോലെയാകുന്നതിന് മുമ്പ് വേഗത്തിൽ റദ്ദാക്കി കളഞ്ഞു. ഈ നീറ്റും നെറ്റ് പോലെ ആകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാജ്യത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് എക്സാമിനേഷൻസ് ഇങ്ങനെ വളരെ ലളിതമായി ടെലഗ്രാമിലൂടെ പ്രവഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയല്ലാതെ മറ്റെന്താണ്? ഏതായാലും ഇനി നീറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് ഉണ്ടയുള്ള വെടിയാകുമോ ഉണ്ടയില്ല വെടിയാകുമോ എന്നറിയാൻ.